Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study class 10 unit 1 in the attic some of the solved answers from while we read and let's rewind. അപ്പോൾ നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഇൻ ദ ആറ്റിക് എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വൈൽ വി റീഡ് ലെറ്റ്സ് റിവൈൻഡ് എന്നീ ഭാഗത്തുള്ള ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? സ്പിൽമാനോട് ആ ഓഫീസർക്ക് ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന്, അല്ലേ, മനോഭാവം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ആൻസർ പറയാം? ദ ഓഫീസർ വാസ് കൈൻഡ് ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു ഹാം സ്പിൽമാൻ. അല്ലേ, ആ ഓഫീസർ എങ്ങനെയായിരുന്നു? വളരെ ദയാലുവായിരുന്നു. അയാൾക്ക് ആ ഓഫീസർക്ക് സ്പിൽമാനെ ഉപദ്രവിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? ആ ഓഫീസർ സ്പിൽമാനോട് ആ പിയാനോ വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തായിരിക്കാം അതിൻ്റെ ഉദ്ദേശം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ആൻസറൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ആ ഒരു ആൻസർ നമുക്ക് പറയാം, അല്ലേ? ഇയാളൊരു പിയാനിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ റൂമിലുള്ള ഒരു പിയാനോ കാണിച്ച് വായിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? പൊതുവേ നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്കിതിന് ആൻസർ ചെയ്യാം. ഐ തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ ബിക്കോസ് ഹി ലവ്ഡ് മ്യൂസിക് ആൻഡ് വാണ്ടഡ് ടു കൺഫേം ദാറ്റ് ഹി വാസ് എ റിയൽ പിയാനോയിസ്റ്റ്. ഒന്നുകിൽ അദ്ദേഹം ആ ഒരു സംഗീതം ആസ്വാദകനാവാം, അല്ലെ, സംഗീത സ്നേഹിയാവാം, അല്ലെങ്കിൽ അയാൾക്ക് കൺഫേം ചെയ്യണം ഇയാൾ പറഞ്ഞത് സത്യം തന്നെയാണോ, ഇയാളൊരു പിയാനോയിസ്റ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായാലും അത് വായിക്കാൻ പറയാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ? വൈ വാസ് സ്പിൽമാൻ ഹെസിറ്റന്റ് ടു പ്ലേ ദ പിയാനോ? ആ പിയാനോ ആദ്യം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പിൽമാൻ കുറച്ചൊന്നും മടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തായിരിക്കാം അതിൻ്റെ റീസൺ? അപ്പോൾ അതിന് നമ്മളെങ്ങനെ ആൻസർ പറയാ? ഹി വാസ് എഫ്രേഡ് ഓഫ് ബീയിങ് ക്യാപ്ചേർഡ് ഇഫ് എനി സോൾജിയർ ഹേർഡ് ദ മ്യൂസിക്. അപ്പോൾ നമുക്കറിയാം ആ മ്യൂസിക് ഇപ്പോൾ ഈ ഒരു ജർമ്മൻ ഓഫീസറെ പോലെ തന്നെ ആവണമെന്നില്ല മറ്റുള്ള ഓഫീസേഴ്സ്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ സൗണ്ട് കേട്ട് അവരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കാം? ഇയാളെ പിടിച്ചേക്കാം, അല്ലേ? പിടിച്ച് കൊലപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ വേറെയും നമുക്കൊരു ആൻസറും കൂടെ പറയാം. കാരണം അതിന് കൂടെ തന്നെ കുറച്ച് കാലമായിട്ട് ആ പിയാനോ വായിക്കാത്തത് കൊണ്ടും ഇത് കൈകളൊക്കെ ചളിപുരണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓൾസോ ഹി ഹാഡൻറ്റ് പ്ലേഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് വാസ് അൺഷുവർ ഇഫ് ഹി കോട്ട്. അപ്പോൾ ഒരുപാട് കാലമായി അദ്ദേഹം പിയാനോ പ്ലേ ചെയ്യാത്തത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനിപ്പോൾ സാധിക്കുമോ എന്നുള്ള കാര്യവും ഒരു ഉറപ്പും ഇല്ലായിരുന്നു, അല്ലേ? അതുകൊണ്ടാവാം അദ്ദേഹം ആദ്യം ഒന്ന് മടിച്ചു നിന്നത്. അതിന് ഡി ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? ആ ഓഫീസർ എങ്ങനെയായിരുന്നു സ്പിൽമാനെ സഹായിച്ചത്? അപ്പോൾ നമ്മൾ അതിന് ഈ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം. ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ബൈ ഫൈൻഡിങ് ഹിം a safer hiding place in the loft and also by promising to bring him food to help him survive the war. അപ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമായ ആ ഒരു ലോഫ്റ്റ് കാണിച്ചു കൊടുത്തു താമസിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ എന്ത് പ്രോമിസ് ചെയ്തു? ആ ഒരു വാറിന് അതിജീവിക്കാൻ വേണ്ടി, ആ ഒരു വാറിനെ അതിജീവിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കൊണ്ടുതരാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു, അല്ലേ? ഓക്കെ, അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ ഓഫീസർ എഷെയിംഡ് ഓഫ്? അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഓഫീസർ ലജ്ജിച്ചു പോയത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമുക്ക് എന്താ ആൻസർ പറയാം? ദ ഓഫീസർ വാസ് എഷെയിംഡ് ഓഫ് ബീയിങ് ജർമൻ ബിക്കോസ് ഓഫ് വാട്ട് ഹീസ് കൺട്രി ഹാഡ് ഡൺ ഡ്യൂറിങ് ദ വാർ. അദ്ദേഹം ഒരു ജർമ്മനാണെന്ന് പറഞ്ഞതിലാണ് എന്ത് ചെയ്തത്? ലജ്ജിച്ചു പോയത്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യം ആ ഒരു യുദ്ധത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരുന്നു, അല്ലേ?
ഓക്കെ, കാരണം അത്തരം കാര്യങ്ങളിലൊന്നും ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല? ഈ ജർമ്മൻ ഓഫീസർക്ക് അത്തരം ക്രൂരതകളോടൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ സ്പിൽമാനെ അവിടെ കൊല്ലാതെ വിട്ടതിൽ തന്നെ നമുക്ക് ഉറപ്പാണല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതിലെ? F question. Yeah. Just hang on a few more weeks. The war will be over by spring at the latest. What is surprising about this statement? അപ്പം നമുക്കറിയാം നമ്മുടെ സ്പിൽമാനോട് ആ ജർമ്മൻ ഓഫീസർ പറഞ്ഞ വാക്കുകളാണിത് അല്ലേ. കുറച്ച് ആഴ്ചകൾ കൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ഏറിപ്പോയാൽ ആ ഒരു സ്പ്രിംഗ് സീസണിൻ്റെ ആരംഭം വരെ. ഇത് ആ ഒരു ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പിൽമാനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് സർപ്രൈസിങ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അത്ഭുതമായിട്ട് കാണുന്നത് എന്ന്, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ശത്രുപക്ഷത്തുള്ള ആളെയാണ് ആര് രക്ഷിക്കുന്നത്? ആ ജർമ്മൻ ഓഫീസർ രക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ആൻസർ പറയാം. ഇറ്റ്സ് സർപ്രൈസിങ് ബിക്കോസ് എ ജർമ്മൻ ഓഫീസർ ഈസ് ഗിവിംഗ് ഹോപ്പ് ടു എ ജൂയിഷ് മാൻ. ഹി വാണ്ട്സ് സ്പിൽമാൻ ടു സർവൈവ് ഈവൻ ദോ ദേ ആർ സപ്പോസ് ടു ബി എനിമീസ്. അപ്പോൾ ഇവിടെ ഒരു ജർമ്മൻ ഓഫീസറാണ് ആ ഒരു ജൂയിഷ് മാന് പ്രതീക്ഷ നൽകുന്നത്. അവർ രണ്ടുപേരും ശത്രുപക്ഷത്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഹി വാണ്ട്സ് ടു സ്പിൽമാൻ ടു സർവൈവ് ഈവൻ ദോ ദേ ആർ സപ്പോസ് ടു ബി എനിമീസ്. ശത്രുപക്ഷത്താണെങ്കിലും ആ ജർമ്മൻ ഓഫീസർക്ക് ആ സ്പിൽമാൻ ആ ഒരു മരണത്തെ അതിജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രത്യാശ നൽകിയത്. അതിലാണ് നമ്മൾ അത്ഭുതപ്പെടുന്നതും. ഓക്കെ, ദെൻ what does the conversation between the officer and the spillman reveal about the bond between them? അപ്പോൾ ആ ഒരു ജർമ്മൻ ഓഫീസറും സ്പിൽമാനും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൽ അവർ തമ്മിലുള്ള എന്ത് ബോണ്ടാണ് നമുക്ക് വെളിവാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിൽ ആൻസർ പറയാം. ഇറ്റ് ഷോസ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ട്രസ്റ്റ് ഈവൻ ദോ they were on opposite side as enemies. They treated each other like human being. അപ്പോൾ അവർ പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും നൽകുന്നുണ്ട്. ശത്രുപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടി അവർ പരസ്പരം ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ജർമ്മൻ ഓഫീസർ അല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ വാസ് ദർ ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്ക്? കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു പീരങ്കി ഒച്ചകൾ അല്ലേ അത് കുറഞ്ഞു വന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് നമുക്ക് എന്താ ആൻസർ പറയാൻ വേണ്ടി പറ്റുക? There was less artillery fire because, as the German officer said, the war was going to end, and gradually the German troops were leaving Warsaw. എന്തായിരുന്നു അതിനുള്ള കാരണം? ആ ജർമ്മൻ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. അവർ അധികം താമസിയാതെ തന്നെ എന്ത് ചെയ്യും? ജർമ്മൻ സേന ആ വാർസോ വിടും അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പീരങ്കി ഒച്ചകൾ അല്ലേ, പീരങ്കിയുടെ ആ ഒരു വെടിയൊച്ചകൾ, ആ ഒരു സൗണ്ടുകൾ കുറഞ്ഞ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചോസൺ? അപ്പോൾ എന്തുകൊണ്ടാണ് സ്പിൽമാൻ പറഞ്ഞത് സ്പിൽമാൻ്റെ ആ ഒരു ഒളിത്താവളം നല്ല ഒരു ചോയ്സ് ആയിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം? ആൻസർ: ഈവൻ ദോ soldiers were up and down the stairs, often bringing large package up to the attic, no one even thought of searching the loft where Spillman was hiding. So he says that his hiding place was well chosen. അപ്പോൾ അവിടെയുള്ള സോൾജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റെയറിലൂടെ മുകളിലും താഴെയും കയറി ഇറങ്ങുന്നുണ്ട്. അവർ വലിയ പാക്കേജൊക്കെ അവിടെ മുകളിലെ ആറ്റിക്കിലേക്ക് കൊണ്ടുവെക്കാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലും അവർക്ക് ആർക്കും തന്നെ ആ ലോഫ്റ്റിലൊന്ന് തിരയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയായിരുന്നു ആരും ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്? സ്പിൽമാൻ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പിൽമാൻ്റെ ആ ഒരു ഹൈഡിംഗ് പ്ലേസ് വളരെ നല്ലൊരു ചോയ്സ് ആയിരുന്നു എന്ന് സ്പിൽമാൻ പറയാനുള്ള കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ? അപ്പോൾ ആ ഒരു ലാസ്റ്റ്
നമ്മുടെ ജർമ്മൻ ഓഫീസറോട് സ്പിൽമാൻ എന്ത് പറയുന്നുണ്ട്? നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായാൽ എന്നെ വിളിക്കണം, ഞാൻ ആ റേഡിയോ ഇതിൽ ഉണ്ടാവുന്നൊക്കെയുള്ള പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: Spillman's advice shows his immense gratitude to the officer who helped him survive during the hardest days of his hiding. അപ്പോൾ സ്പിൽമാൻ അദ്ദേഹത്തിന്റെ ഒരു അങ്ങേയറ്റത്തെ ആ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ജർമ്മൻ ഓഫീസറോട്. ആ ഒരു സർവൈവ് കാലഘട്ടത്തിൽ, അല്ലെ, അതിജീവനത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒളിച്ചു താമസിക്കുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമില്, ആ ഒരു അതിജീവന കാലഘട്ടത്തില് ഓഫീസർ സ്പിൽമാനോട് കാണിച്ച ആ ഒരു അനുകമ്പയ്ക്ക് തിരിച്ചു കാണിക്കേണ്ട ആ ഒരു അതിയായ നന്ദിയാണ് ഇവിടെ ഈ രീതിയിൽ ആര് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു അഡ്വൈസ് രൂപത്തിൽ സ്പിൽമാൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് ഹിസ് ഓണസ്റ്റ് ഡിസൈർ ടു ഹെൽപ്പ് ദ ഓഫീസർ ഇൻ റിട്ടേൺ. ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ സത്യസന്ധമായ ആ ഒരു ആഗ്രഹത്തെ തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു ജർമ്മൻ ഓഫീസറെ സഹായിക്കണമെന്നുള്ള സത്യസന്ധമായ ആഗ്രഹത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹിയർ ഫ്രം ദ ആറ്റിക്? ആ ആറ്റിക്കിൽ നിന്ന് എന്ത് സൗണ്ടാണ് നമ്മുടെ സ്പിൽമാൻ കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ഹി ഹേർഡ് ദ സൗണ്ട് ഓഫ് സ്റ്റോമി വിൻഡ് ആൻഡ് സൗണ്ട് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസസ് റണ്ണിംഗ് ഇൻ ദ ആറ്റിക്. He also heard sound of soldiers running up and down the stairs, artillery firing, and finally the radio broadcast announcing Warsaw's liberation. അപ്പോ സ്പിൽമാൻ കേട്ടിട്ടുണ്ടായിരുന്നത് നല്ല കൊടുങ്കാറ്റിന്റെ സൗണ്ട്, അതേപോലെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിക്കിലൂടെ ഓടുന്നത്, പിന്നെ കൂടാതെ സോൾജിയേഴ്സ് മുകളിലേക്കും താഴേക്കും വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്, പിന്നെ അവിടുത്തെ ആർട്ടില്ലറി പീരങ്കി ഒച്ചകള്, കൂടാതെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ്. എന്തിന്റെ അനൗൺസ്മെന്റ്? വാർസോയുടെ വിമോചനത്തെ അറിയിച്ചു കൊണ്ടുള്ള ആ ഒരു റേഡിയോ അനൗൺസ്മെന്റ്. ഇത്രയും സൗണ്ടുകളാണ് ആര് കേട്ടിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സ്പിൽമാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Okay. Why does Spillman say that he had to be alone if he wanted to live? എന്തുകൊണ്ടാണ് നമ്മുടെ സ്പിൽമാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിജീവിക്കണമെങ്കിൽ തനിച്ചായിരിക്കണം എന്ന് നമ്മുടെ സ്പിൽമാൻ പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാ പറയാ? ആൻസർ: Spillman had to stay alone to survive. If anyone saw him, he could be captured or killed. അപ്പോൾ സ്പിൽമാൻ തനിച്ചായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയത്? അതിജീവിക്കാൻ വേണ്ടി പറ്റിയത്. ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് എനിവൺ സോ ഹിം ഹി കുഡ് ബി ക്യാപ്ചേർഡ് ഓർ കിൽഡ്. അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു, അല്ലെ? കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ തനിച്ച് നമ്മൾ ഒറ്റക്ക് മറഞ്ഞു നിന്ന് ജീവിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ പറ്റുമായിരുന്നില്ല, അല്ലേ? ആ ഒരു രീതിയിൽ നമുക്ക് ആൻസർ പറയാം. കാരണം സ്പിൽമാൻ ഈ ഒരു ലോൺലിനെസ് കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു യുദ്ധത്തിൽ സ്പിൽമാൻ്റെ ഫാമിലി, നെയ്ബേഴ്സ് ഇവരൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന ആ ഒരു ജീവചരിത്രക്കുറിപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ആൻസർ പറഞ്ഞത്. അതുമായിട്ട് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് വെയർ ദ റേഡിയോ അനൗൺസ്മെൻറ്റ് അബൌട്ട്? എന്തായിരുന്നു ആ റേഡിയോ അനൗൺസ്മെൻറ്റ്? ആൻസർ: ദ റേഡിയോ അനൗൺസ്മെൻറ്റ് വെയർ അബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അപ്പോൾ ജർമ്മനിയുടെ പരാജയവും വാർസോയുടെ വിമോചനവുമായിരുന്നു ആ റേഡിയോ അനൗൺസ്മെൻറ്റ്. ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിങ് കോൾഡ്? ആ തണുപ്പിനെ എങ്ങനെയായിരുന്നു സ്പിൽമാൻ അതിജീവിച്ചത്? ആൻസർ: ദ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് which was given by the officer helped Spillman survive the freezing cold. ആ ജർമ്മൻ ഓഫീസർ നൽകിയ കോട്ടായിരുന്നു ആ തണുപ്പിനെ അതിജീവിക്കാൻ സ്പിൽമാനെ സഹായിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? എന്ത് ഇൻഫർമേഷൻ കേൾക്കാനായിരുന്നു നമ്മുടെ സ്പിൽമാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്?
ആൻസർ സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദ ലിബറേഷൻ ഓഫ് വാർസോ. അപ്പോൾ ആ വാർസയുടെ ലിബറേഷൻ, വാർസയുടെ വിമോചനം എന്ന വാർത്ത കേൾക്കാനായിരുന്നു ആരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? സ്പിൽമാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ വുമൺ ക്രൈ ഔട്ട് വെൻ ഷീ സീസ് സ്പിൽമാൻ? സ്പിൽമാനെ കണ്ടപ്പോൾ ആ വുമൺ എന്തുകൊണ്ടായിരുന്നു ഉറക്കെ നിലവിളിച്ചത്? ആൻസർ, വെൻ സ്പിൽമാൻ ഹാഡ് അപ്രോച്ച്ഡ് ദ വുമൺ, he was wearing the coat given to him by the German officer, which was evidently a German soldier's coat. The lady misunderstood him to be a German and cried out in panic. അപ്പോൾ ആ ഒരു ലേഡിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ജർമ്മൻ ഓഫീസർ നൽകിയ ആ ഒരു ഓവർകോട്ട് ധരിച്ചിട്ടായിരുന്നു നമ്മുടെ സ്പിൽമാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറാണെന്ന് ആ സ്ത്രീ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആകെ പാനിക്കായിട്ട് അലറി വിളിച്ചത്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ ഇൻ വാൾവി റീഡിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അബ്സേർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? ആ സ്പിൽമാൻ ഉണ്ടായിരുന്ന ആ ഒരു അബ്സേർഡ് സിറ്റുവേഷൻ, അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദയനീയമായ ആ ഒരു മോശപരമായ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ദ ആൻസർ, സ്പിൽമാൻ സർവൈവ്ഡ് ഇയേഴ്സ് ഓഫ് വാർ. വാറിനെ സ്പിൽമാൻ എന്ത് ചെയ്തു? ഒരുപാട് വർഷങ്ങളായിട്ട് അതിജീവിച്ചു അല്ലേ? ആ ഒരു ശത്രുപക്ഷത്തെ കണ്ണിൽപ്പെടാതെ അതിജീവിച്ച് നിന്നു. ബട്ട് ആഫ്റ്റർ വാർസോ വാസ് ലിബറേറ്റഡ്, ഹി വാസ് നിയർലി കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ്. അപ്പോൾ വാർസോ, ആ ഒരു വിമോചനം വാർസോക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? പോളിഷ് സോൾജേഴ്സിനാൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തെ പട്ടാളക്കാരാൽ കൊല്ലപ്പെടാൻ പോവുകയാണ്. എ ട്രൂലി എബ്സേർഡ് സിറ്റുവേഷൻ. ഇതാണ് ശരിക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എബ്സേർഡ് സിറ്റുവേഷൻ. ഇത് വളരെ ചുരുക്കിയിട്ടാണ് ഈ ആൻസർ പറഞ്ഞിരിക്കുന്നത്, ലോങ് ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തത് നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? എന്തുകൊണ്ടാണ് ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്തത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ, the German officer is against the cruel actions of his own country. He feels pity for the victims of war, especially the Jews. He is also deeply impressed by Spilman's amazing piano talent. Because of this, he decided to help Spilman and save his life even though he is a Jew. അപ്പോൾ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു ക്രൂരമായ പ്രവർത്തികൾക്കൊക്കെ എതിരായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് ഈ ഒരു വാറിൽ ഇരകളായപ്പെട്ട ആൾക്കാരോട് വളരെയധികം സഹതാപം തോന്നുകയും പ്രത്യേകിച്ച് ജൂതന്മാരോട്, അവരെയാണല്ലോ നാസിപ്പട തേടിപ്പിടിച്ചിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകം സഹതാപം ആർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? നമ്മുടെ ജർമ്മൻ ഓഫീസർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹി ഈസ് ഓൾസോ ഡീപ്ലി ഇംപ്രസ്ഡ് ബൈ സ്പിൽമാൻ അമേസിങ് പിയാനോ ടാലൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സ്പിൽമാൻ്റെ ആ ഒരു പിയാനോ വായിക്കാനുള്ള കഴിവിലും ഇദ്ദേഹം അങ്ങേയറ്റം ഇംപ്രസ്ഡ് ആയിരുന്നു. ഇതൊക്കെ കാരണമാണ് സ്പിൽമാൻ എന്ത് ചെയ്തത്? സ്പിൽമാനെ നമ്മുടെ ജർമ്മൻ ഓഫീസർ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് വൺ, ഹൗ ഡസ് സ്പിൽമാൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ? എങ്ങനെയാണ് സ്പിൽമാൻ ആ ഒരു അങ്ങേയറ്റത്തെ ആ ഒരു അപകടാവസ്ഥയിലും പ്രത്യാശ നിലനിർത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ബിഫോർ ദ വാർ സ്പിൽമാൻ വർക്ക്ഡ് ആസ് എ പിയാനോയിസ്റ്റ് ഓൺ പോളിഷ് റേഡിയോ. He always hoped to return to his music after the war. His love for piano, along with the kindness, support and encouraging words from the German officer, helped him to stay hopeful for a free Warsaw even in his toughest and most dangerous times. അപ്പോൾ ഈ യുദ്ധത്തിന് മുമ്പ് പോളിഷ് റേഡിയോയിലുള്ള ഒരു പിയാനോയിസ്റ്റാണ് സ്പിൽമാൻ. അതുകൊണ്ട് തന്നെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാലും തനിക്കിഷ്ടപ്പെട്ട തൻ്റെ ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എപ്പോഴും ആര് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? സ്പിൽമാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ഈ ഒരു പിയാനോ വായിക്കുന്നത് അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജർമ്മൻ ഓഫീസറുടെ ആ ഒരു സപ്പോർട്ടും ആ ഒരു എൻകറേജിങ് വേർഡ്സും
ഒക്കെ തന്നെയാണ് ഈ ഒരു ടഫസ്റ്റ് സിറ്റുവേഷനിലും പ്രതീക്ഷയോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് വാർസോയുടെ മോചനം ഉണ്ടാവും എന്ന ഒരു പ്രത്യാശയോടെ നിലനിൽക്കാൻ വേണ്ടി സ്പിൽമാനെ സഹായിച്ചത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വൈ വാസ് സ്പിൽമാൻ അഫ്രൈഡ് ഓഫ് ബീയിങ് കിൽഡ് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഹിസ് ഓൺ കൺട്രിമാൻ? തൻ്റെ സ്വന്തം രാജ്യക്കാരായ പോളിഷ് പട്ടാളം തന്നെ വധിക്കുമെന്ന് സ്പിൽമാൻ ഭയപ്പെടാനുള്ള കാരണം എന്താണ്? When Spillman heard the radio news about the German army leaving and Warsaw being free, he went out to see it. He was wearing a German army coat that a German officer had given him to stay warm in the freezing winter. When a Polish woman and some soldiers saw him in that coat, they thought he was a German soldier. One of the Polish guard almost shot him. In that confusing situation, Spillman was scared that his own country's army might kill him without knowing who he really was. അപ്പോൾ സ്പിൽമാൻ ആ ഒരു റേഡിയോ ന്യൂസ്, ജർമ്മൻ ആർമി വാർസയിൽ നിന്ന് ലീവ് ചെയ്തു, വാർസയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് ആ ഒരു റേഡിയോ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ആരിലുണ്ടായിരുന്നു? നമ്മുടെ സ്പിൽമാനിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പിൽമാൻ എന്ത് ചെയ്തു? ആ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ ജർമ്മൻ ഓഫീസർ നൽകിയ കോട്ടുമിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ജർമ്മൻ കോട്ടിൽ ഒരു പോളിഷ് സ്ത്രീയും അതോടൊപ്പം തന്നെ ഒരു സോൾജറും ആരെ കാണുന്നു? നമ്മുടെ സ്പിൽമാനെ കാണുന്നു. ഇവർ ഒരു ജർമ്മൻ ഓഫീസറാണ് സ്പിൽമാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ പോളിഷ് ഗാർഡാണെങ്കിൽ ഏതാണ്ട് വെടിവെക്കാനുള്ള ആ ഒരു അടുത്ത് വരെ എത്തിക്കഴിയുകയും ചെയ്തിരുന്നു. ഈ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലാണ് സ്പിൽമാൻ പേടിച്ചു പോവുകയും തൻ്റെ രാജ്യക്കാർ തന്നെ എന്നെ കൊല്ലുമെന്ന് ഭയപ്പെടുകയും ചെയ്തത്. അതിന് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നസ് ഹെൽപ്പ് സ്പിൽമാൻ ടു സർവൈവ്? എങ്ങനെയാണ് ഭാഗ്യവും അവസരവും ആ ഒരു മനുഷ്യൻ്റെ ദയയുമൊക്കെ സ്പിൽമാനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമായത്, അതിജീവിക്കാൻ വേണ്ടി സഹായകമായത്? അപ്പോൾ ആൻസർ എന്താ? സ്പിൽമാൻ സർവൈവ്ഡ് ബിക്കോസ് ഓഫ് ലക്ക്, ചാൻസ് ആൻഡ് ദ കൈൻഡ്നസ് ഓഫ് അതേഴ്സ്. During World War II, a German officer found him while he was hiding. Instead of hurting him, the officer helped Spillman by hiding him safely in a loft and giving him food and warm clothes to survive the winter. Later, luck helped him again when police soldier mistook him for a German soldier and almost shot him. Somehow, he escaped. Without these lucky events and kind people, he might not have lived. അപ്പോൾ സ്പിൽമാൻ സർവൈവ് ചെയ്തത് ഉറപ്പായിട്ടും ഈ ഒരു ചാൻസും കൈൻഡ്നസ്സും ലക്കൊക്കെ കാരണം കൊണ്ട് തന്നെയാണ്. ആ ഒരു വേൾഡ് വാറിൻ്റെ സമയത്ത് ആ ജർമ്മൻ ഓഫീസർ ഇദ്ദേഹം ഒളിച്ചു നിന്ന സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിന് പകരം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൂടുതൽ സുരക്ഷിതമായ ലോഫ്റ്റ് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഭക്ഷണവും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള കോട്ടും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ആ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചത് എങ്ങനെയാ? ആ ഒരു പോളിഷ് സോൾജർ തെറ്റിദ്ധരിച്ചുകൊണ്ട് വെടിവെക്കാൻ തുനിഞ്ഞ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലൈഫിൽ വിത്തൗട്ട് ദീസ് ലക്കി ഇവൻറ്റ്സ് ആൻഡ് കൈൻഡ് പീപ്പിൾ ഹി മൈറ്റ് നോട്ട് ഹാവ് ലിവ്ഡ് എന്ന് പറയാം. ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ? വൈ? ആ ജർമ്മൻ ഓഫീസർക്ക് ഈ സ്പിൽമാനെ സഹായിച്ചത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം പണയം വെച്ചുകൊണ്ടാണോ? ശരിക്കും ഒരു റിസ്ക് ആണോ? എന്തുകൊണ്ട്? Answer: yes, it was very risky for the German officer to help Spillman because under Nazi rule, helping a Jew was strictly forbidden. It was against the rules and could even lead to the officer being punished with death. അപ്പോൾ ആ ഒരു നാസി റൂൾ അനുസരിച്ചിട്ട്, ജർമ്മൻ പടയുടെ ആ ഒരു റൂൾ അനുസരിച്ചിട്ട് ഈ ഒരു ജൂയിഷ് അവർ ഏറ്റവും എനിമിയായിട്ട് കാണുന്നത് പോളണ്ടിലുള്ള ഈ ഒരു ജൂതന്മാരെ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു തെറ്റായി മാറുകയും
ജർമ്മൻ ഓഫീസർക്ക് മരണം, അതായത് വധശിക്ഷ വധിക്കാൻ വരെ കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ആര് കണക്ക് കൂട്ടും? അവരുടെ റൂളിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ജർമ്മൻ സേന കണക്കിലെടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 6th one. Why is Spillman's memoir classified as survivor testimony? How, in your opinion, does survivor testimony enrich history and literature and enhance our understanding of the world? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ടാണ് സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു സർവൈവൽ ടെസ്റ്റുമണി എന്ന് പറയുന്നത്? സർവൈവൽ ടെസ്റ്റുമണി മീൻസ് അതിജീവനത്തിൻ്റെ സാക്ഷ്യപത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? പിന്നെ അതിൽ വരുന്ന എക്സ്ട്രാ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? നമ്മുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സർവൈവൽ ടെസ്റ്റുമണി ലോകത്തെക്കുറിച്ച് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും അതോടൊപ്പം നമ്മുടെ ചരിത്രത്തെയും സാഹിത്യത്തെയൊക്കെ സമ്പന്നമാക്കാനും എങ്ങനെയാണ് ഉപകരിക്കുന്നത്, അല്ലെ, എങ്ങനെയാണ് സഹായകമാകുന്നത്, അത് നമ്മൾ നമ്മുടേതായ അഭിപ്രായത്തിൽ പറയുകയും ചെയ്യണം, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ഇപ്പം ആൻസർ ചെയ്യാം? ഓക്കെ, Spillman's memoir is called a survivor testimony because it is a true story about his life, showing how he faced great suffering and still survived. അപ്പോൾ നമ്മുടെ സ്പിൽമാൻ്റെ ഈ ഒരു അതിജീവനത്തിൻ്റെ സാക്ഷ്യപത്രത്തെ അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മക്കുറിപ്പിനെ നമ്മൾ അതിജീവിച്ചവരുടെ സാക്ഷ്യം അല്ലെങ്കിൽ സാക്ഷ്യപത്രം എന്ന് വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ കഥയായത്, അല്ലാതെ എന്തല്ല ഒരു ഭാവനയൊന്നുമല്ല, യഥാർത്ഥ കഥയാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകളും നേരിട്ടിട്ടും അതിജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? It helped readers understand what people went through during the war. Survivor stories like his make history more real and emotional. They teach us about the pain and loss caused by war, but also about hope, kindness, and courage. Such stories help us learn to care for others and see the value of peace and human dignity. അപ്പം നമ്മളെങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു ഈ ഒരു കഥയിൽ ഉണ്ടായിരുന്നത്. അതായത് യുദ്ധസമയത്ത് അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ജീവചരിത്രക്കുറിപ്പിലുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലേ? അതുകൂടാതെ യുദ്ധസമയത്ത് ആളുകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, ഏതൊക്കെ രീതിയിലെ കഷ്ടപ്പാടുകൾ അവർക്കുണ്ട് എന്നൊക്കെ വായനക്കാർക്ക് മനസ്സിലാക്കാനും ഇത്തരം ജീവചരിത്രക്കുറിപ്പുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അതിജീവിച്ചാരുടെ കഥകൾ ചരിത്രത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വൈകാരികമാക്കുന്നുണ്ട്. നമുക്ക് യഥാർത്ഥ കഥകളല്ലേ പറഞ്ഞു തരുന്നത്, അപ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമാവും. അതേപോലെ തന്നെ യുദ്ധം മൂലം ഉണ്ടാകുന്ന വേദന, നഷ്ടം, ഇതൊക്കെയും നമുക്കിതിലൂടെ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ജീവചരിത്രക്കുറിപ്പിൽ നമുക്ക് പ്രത്യാശ, ദയ, ധൈര്യം ഇവയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ ഒരു ജർമ്മൻ ഓഫീസറുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗങ്ങളില്ലേ, അതിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ പരിപാലിക്കാനും സമാധാനത്തിൻ്റെയും മാനുഷിക അന്തസ്സിൻ്റെയും മൂല്യം കാണിക്കാനും ഇത്തരത്തിലുള്ള യഥാർത്ഥ കഥകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? ആ രീതിയിൽ നമുക്ക് ഈ 6th ആൻസർ പറയാം. ഇനി 7th one എന്താണ്? In the entry to this passage you would have come across the expression en masse. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? നമ്മൾ ഇതിലെ ആ ഒരു എൻട്രി പാസേജിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറയുന്നുണ്ട്? ഈ ഒരു വേർഡ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഓൺ മാസ്. അതായത് നമ്മളിപ്പം ഡയറക്റ്റ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുമ്പം എൻ മെയ്സ് എന്നെല്ലാം നമ്മൾ പറയും, പക്ഷേ ഓൺ മാസ് എന്നതാണ് അതിൻ്റെ കറക്റ്റ് പ്രനൗൺസിയേഷൻ. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് നമ്മളെങ്ങനെ ആൻസർ പറയാം? ഇൻ ദിസ് പാസേജ് ഓൺ മാസ് മീൻസ് ഓൾ ടുഗദർ or as a group. It talks about how many Jews were killed together during World War. ഇതൊരു ഫ്രഞ്ച് വേർഡാണ് ഈ ഓൺ മാസ് എന്ന് പറയുന്നത്. സ്പെല്ലിങ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പോലെ നമ്മൾ തോന്നും, ഓൺ മാസ് എന്നാണ് പറയുക, ഫ്രഞ്ച് വേർഡാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? ഓൾ ടുഗദർ,
എല്ലാം ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അത് ഒന്നുകൂടെ കുട്ടികൾ പോയി നോക്കുക. നമ്മൾ ഈ ലെസണൊക്കെ വിവരിക്കുന്ന ടൈമിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മുടെ എൻട്രിയിലാണ്, ലെസൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഭാഗങ്ങൾ ഉള്ളത്. ഓക്കെ, അതിന് നെക്സ്റ്റ് എന്താ, 8th ക്വസ്റ്റ്യൻ. Does the expression en masse remind you of a similar phrase you came across in class 9? അപ്പോൾ ക്ലാസ് 9 ഇതേപോലത്തെ ഒരു സെയിം ഫ്രേസ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ റിമെമ്പർ ലേണിംഗ് ദ ഫ്രേസ് ഓൺ റൂട്ട് in class 9. It means on the way. For example, the flight was en route from Mumbai to ന്യൂയോർക്ക്. ഇത് നിങ്ങൾ പഠിച്ച ടെക്സ്റ്റിലെ ഭാഗം തന്നെയാണ് കേട്ടോ, ഇപ്പോഴത്തെ 9th ടെക്സ്റ്റ് അല്ല. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. എൻ റൂട്ട് എന്നുള്ളത് ഓൺ റൂട്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ അല്ലേ. ഇതിലെ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ലാസ്റ്റ് വൺ. ഹൗ ആർ ദീസ് എക്സ്പ്രഷൻ ഡിഫറെൻറ്റ് ഫ്രം അതർ കോമൺലി യൂസ്ഡ് ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ്? ഇത്തരത്തിലുള്ള ഈ ഒരു എക്സ്പ്രഷൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലെ മറ്റ് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്രേസസുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താ ആൻസർ പറയാം? ഓൺ മാസ് ആൻഡ് ഓൺ റൂട്ട് കം ഫ്രം ഫ്രഞ്ച്. They are used formal or literary English. Even though they are French words, they are used in English without changing their form. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഓൺ റൂട്ടും ഓൺ മാസൊക്കെ ഫ്രഞ്ച് വേർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രഞ്ച് വേർഡാണെങ്കിലും ഇത് ഇതേപോലെ തന്നെ ഏതിലും യൂസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ സ്പെല്ലിംഗ് ഒന്നും മാറ്റുന്നില്ല, ആ ഫ്രേസ് അതുപോലെ എടുക്കുന്നുണ്ട്. പക്ഷേ പ്രനൗൺസ് ചെയ്യുന്ന രീതി മാത്രം എന്ത് ചെയ്യും, നമ്മൾ ആ കറക്റ്റായിട്ട് ഫ്രഞ്ച് പ്രനൗൺസ് എങ്ങനെയാണോ ആ സ്പെല്ലിങ്ങിന് വരുന്നത് ആ രീതിയിൽ തന്നെയാണ് പ്രനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് വരുന്ന വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക മക്കളെ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.